പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശൻ നാഗേന്ദ്രനെ കണ്ടെത്തുകയും നാഗേന്ദ്രനിട്ട് നല്ലോണം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ വീട്ടിൽ വന്ന ശേഷം ആദർശനായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് പറയുന്നുണ്ട്, ഈ വീട്ടിൽ പലരും എന്തായാലും അവനുമായിട്ട് ഇപ്പോഴും അടുപ്പമുണ്ടെന്നുള്ളത് ഉറപ്പാണ്. ഞാൻ നിൻ്റെ അമ്മയെ ജലജൻ്റെ നിരീക്ഷിക്കാനായിട്ട് പറഞ്ഞിരുന്നു. പക്ഷേ അവൾ പറഞ്ഞത് ജലജയ്ക്ക് അങ്ങനെ ഒരു ബന്ധം ഇപ്പോഴില്ല, നാഗേന്ദ്രൻ നാട്ടിലെത്തിയത് ജലജ അറിഞ്ഞിട്ടില്ലെന്നാണ്. പക്ഷേ ഈ വീട്ടിൽ നിന്ന് ഓരോ സൂചനകളും ഈ വീട്ടിൽ നടക്കുന്നതും അയാൾക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. അതാണല്ലോ നിന്നെ അവിടെ മീറ്റിങ്ങിന് വന്ന സമയത്ത് ജ്യൂസിൽ ഉറക്കഗുളികയൊക്കെ തന്നിട്ട് കിടത്തിയത്. അതുകൊണ്ട് ഇവിടെ ആരാണ് നമ്മളെ ചതിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ഒന്നുകിൽ അബി, അല്ലെങ്കിൽ പിന്നെ ആര്, ആ ഒരു സംശയമാണ് എൻ്റെ മനസ്സിലുള്ളത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ ആദർശനോട് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആദർശൻ പറയുന്നുണ്ട്, അതേ മുത്തശ്ശ, അവിടെ നിന്ന് ആരെങ്കിലും നമ്മളെ ചതിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തിയേ പറ്റുകയുള്ളൂ, എന്നിട്ട് അവർക്ക് നല്ലൊരു ശിക്ഷ തന്നെ നൽകണം എന്നൊക്കെ ആദർശ് പറയുകയാണ്. അങ്ങനെ നിരീക്ഷിക്കാനായിട്ട് ഓരോരുത്തരെയും ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം മുത്തശ്ശനും മുത്തശ്ശിയും മുറിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്താണ് ഒരു ശബ്ദം കേൾക്കാനിടയാകുന്നത്. അങ്ങനെ ആ ശബ്ദം കേൾക്കുന്നിടത്തേക്ക് പോയ സമയത്ത് അവന്തികയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവന്തിക ഫോണിൽ ആരോടോ സംസാരിക്കുന്നതായിട്ട് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആരോടാണ് ഇവൾ സംസാരിക്കുന്നത് എന്നറിയാനായിട്ട് മുറിയുടെ അടുത്ത് പോയി നിന്നപ്പോഴാണ്, അച്ഛൻ സങ്കടപ്പെടേണ്ട, നമുക്ക് ഇവരെയൊക്കെ തറ പറ്റിക്കാൻ പറ്റും, അച്ഛന് പഴയ പ്രതാപവും ഒക്കെ തിരിച്ചു കിട്ടും, അതിനെല്ലാ സപ്പോർട്ടും എൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും, അതിനു വേണ്ടിയിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത് അച്ഛൻ സങ്കടപ്പെടണ്ട എന്നൊക്കെ പറയുന്ന ആ ഒരു ശബ്ദമാണ് ഇവർ കേൾക്കുന്നത്. ആ ഒരു സംസാരം കേട്ടിട്ട് ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയും. എന്നിട്ട് മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, ഇവളാണ് നമ്മുടെ മെയിൻ ശത്രു, എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റാനായിട്ട് എന്തൊരു അഭിനയിച്ച് നിൽക്കലായിരുന്നു. ഒരിക്കൽ കേടായി നടന്നവൾ പെട്ടെന്ന് മാറിയപ്പോൾ നമ്മളും ചിന്തിച്ചില്ല ഇങ്ങനെയൊക്കെ ഇവർ മാറുമോ എന്നുള്ളത്. എന്തായാലും നമുക്കിട്ട് പണി തരാൻ വന്നതാണ്, ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ അവന്തികയുടെ അടുത്തോട്ടാണ് പോകുന്നത്. എന്നിട്ട് നീ ആർക്കടി ഇപ്പോൾ ഫോൺ ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, ഞാൻ ആർക്ക് ഫോൺ ചെയ്യാൻ, എൻ്റെ കൂട്ടുകാരികൾക്കല്ലാതെ വേറെ ആർക്ക് ഫോൺ ചെയ്യാനാണ് മുത്തശ്ശ, എന്താണ് മുത്തശ്ശ എന്താ ചോദിച്ചത് എന്നൊക്കെ പറയുന്ന സമയത്ത് മുത്തശ്ശൻ അവന്തികയുടെ മുഖത്ത് രണ്ടടി അടിക്കുന്നുണ്ട്. എന്നിട്ട് കള്ളം പറയുന്നോടി, അതും എൻ്റെ മുഖത്ത് നോക്കിയിട്ട്, ഇത്രയും കാലം ഈ വയസ്സന്മാരെ പറ്റിക്കാമെന്ന് നീ കരുതിയല്ലേ, പക്ഷെ ദൈവമായിട്ടാണ് നീ ഫോൺ ചെയ്യുന്നത് എൻ്റെ കൺമുന്നിൽ എത്തിച്ചത്. നീ ചതിക്കുകയായിരുന്നല്ലേടി, ചതിക്കുന്നവരൊക്കെ ചതിക്കുന്നവരുടെ കൂടെ നിന്നാൽ മതി, എത്രയും പെട്ടെന്ന് കെട്ടും പാണ്ടവും എടുത്തിട്ട് നിൻ്റെ അച്ഛൻ എന്ന് പറയുന്നവൻ്റെ അടുത്തേക്ക് പോവാൻ നോക്കുക എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അവന്തികയുടെ സ്വഭാവം അങ്ങ് മാറുകയാണ്. നിങ്ങളെന്താ കരുതിയത്, എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാമെന്നോ? ഈ വീട്ടിൽ എനിക്കും ഒരു അവകാശമുണ്ട്, അതൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ പുറത്തിറങ്ങുമല്ല, അത് ഈ അവന്തിക ഇവിടെ നിന്ന് പുറത്ത് പോകത്തില്ല എന്നൊക്കെ പറയുമ്പം, നിനക്ക് അവകാശമോ, നിനക്ക് ഈ വീട്ടിലുള്ള അവകാശം എന്താണെന്നുള്ളത് നിൻ്റെ അമ്മ പറഞ്ഞ് മനസ്സിലാക്കി തരും, അമ്മയോട് പോയി ചോദിക്ക്. അമ്മ തന്നെ എൻ്റെ ദയയിലുമൊക്കെ നിന്ന് പോകുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ നിനക്ക് ചിന്തിച്ചാൽ അറിയില്ല അമ്മയും ഞാനുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നുള്ളത്. അപ്പോൾ നിൻ്റെ അമ്മയോട് ചോദിച്ച് മനസ്സിലാക്ക് നിനക്ക് എന്നോടുള്ള ബന്ധം എന്താണെന്നുള്ളത്, എന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. ഇപ്പോൾ തൽക്കാലം അമ്മയോട് ചോദിക്കുക, എന്നിട്ട് ഈ വീട്ടിൽ നിന്ന് നിൻ്റെ അച്ഛൻ എന്ന് പറയുന്നവൻ്റെ അടുത്തേക്ക് ഇറങ്ങി പോവുക. ഇനി വേറെ ആരെങ്കിലും എനിക്കിട്ട് പണി തരുന്നുണ്ടെങ്കിൽ അവരെയും കൂട്ടി നീ ഇറങ്ങിക്കോ, അതായിരിക്കും എല്ലാവർക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടെ മുത്തശ്ശനും അവിടെ നിന്ന് പോവുകയാണ്. ആ സമയത്ത് ആകെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. ഈ കിളവനെല്ലാം കണ്ടെത്തിയല്ലോ, പിന്നെ ഈ വീട്ടിലൊരു അവകാശവുമില്ല എന്നുള്ളത് കിളവൻ എന്താ പറഞ്ഞത്, അതിനർത്ഥം എനിക്ക് മനസ്സിലായില്ല. അമ്മയോട് ചോദിക്കാനല്ലേ പറഞ്ഞത്, എന്തായാലും അമ്മയോട് ചോദിച്ചേ പറ്റൂ എന്നൊക്കെ തീരുമാനിക്കുകയാണ് അവന്തിക.